ഒന്ന് നോക്കൂ. നമുക്ക് കാണാൻ കഴിയും ഭീമസേനന്റെ വണ്ടിയുടെ ഇടത്തെ തണ്ടിൽ അലക്ഷ്യമായി ഒരു സുന്ദരിയായ നാട്ടുംപുറത്തുകാരി വൃത്ത ഒറ്റപേരിലാണത് കൊത്തിയുണ്ടാക്കിയത്. ശില്പനിർമ്മാണ സമയത്ത് ശില്പിയെ അന്ന് ആകർഷിച്ച ഒരു വൃദ്ധയുടെ രൂപം മിച്ചം വന്നൊരു വേരില് കൊത്തിയുണ്ടാക്കി പ്രധാന ശില്പത്തിന്റെ കണ്ടദോഷം അകറ്റാനായി സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം. അപ്പോൾ അന്നത്തെ കാലത്തെ മാറുമറയ്ക്കാത്ത വൃദ്ധ ശില്പി ഭീമസേനന്റെ രൂപം കൊത്തിയുണ്ടാക്കുമ്പോൾ അത് നോക്കി നിന്നപ്പോൾ അന്നത്തെ ശില്പിക്കൊരു സംശയം, ഒരുപക്ഷെ ഈ കമനീയമായ ദാരുശില്പത്തിന് കണ്ണേറ് കിട്ടുമോ എന്ന് ശങ്കിച്ച് ആ വൃദ്ധയുടെ രൂപം ഒറ്റ പേരിൽ അങ്ങ് കൊത്തിയുണ്ടാക്കിയതാണ് ശില്പി. അവിടെ നമുക്കൊരു കാര്യം അറിയാം. അയിച്ചാടി വല്യമ്മ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയേ. മൂക്കത്ത് വിരല് വെച്ച് ഒരു നാട്ടിൻപുറത്തിന്റെ ചിരിയുമായി ഉച്ചിയിൽ കെട്ടിവെച്ച മുടിയും ഉന്തിയ പല്ലുമുള്ള അല്പം കൂനി മുന്നോട്ട് വളഞ്ഞു നിൽക്കുന്ന മാറുമറയ്ക്കാത്ത വൃത്തിയുടെ ശില്പം കാണാതെ ഭീമസേനനിൽ കണ്ണുടക്കില്ലെന്നത് പ്രധാന ശില്പത്തിനോളം തന്നെ കാഴ്ച പ്രാധാന്യമുള്ളതിന്റെ തെളിവാണ്. സാധാരണ ഒരു വൃദ്ധയല്ല, മാറുമറയ്ക്കാതെ നിൽക്കുകയാണെങ്കിലും പേരിൽ തീർത്തിയ ശില്പത്തിന് അലക്ഷ്യസുന്ദരമായൊരു സൗന്ദര്യമുണ്ട്. അത് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീമസേനന് എങ്ങനെ ചെട്ടുകുളങ്ങരയുമായി ബന്ധമുണ്ടായി? നിങ്ങൾ കാലങ്ങളായി ചെട്ടുകുളങ്ങര അമ്പലത്തിലെ കുംഭഭരണി നേരിട്ട് കാണുകയും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. ഓർക്കുക, ഇവിടെ ഇരേഴ തെക്ക് വടക്ക്, അതുപോലെ കൈത തെക്ക് കൈത വടക്ക്, കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള, അത് കഴിഞ്ഞാൽ കടവൂറും ആഞ്ചിപ്രയും കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് മറ്റം വടക്കും മറ്റം തെക്കുമാണ്. ആ മറ്റം വടക്കിൻ്റെ കെട്ടുകാഴ്ചയാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ സാക്ഷാൽ ഭീമസേനൻ. ഇനി അത് കഴിഞ്ഞാൽ മറ്റം തെക്കുകാരുടെ ഒരു കെട്ടുകാഴ്ച വരും. അത് സാക്ഷാൽ ആഞ്ജനേയ മഹാപ്രഭുവാണ്. ഇവർ തമ്മിൽ വേണ്ടി വന്നാൽ സഹോദരങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഹനുമാനും സാക്ഷാൽ ഭീമസേനനും ഒരേ അച്ഛന്റെ മക്കളാണല്ലോ. നോക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീ അങ്ങ് മാറിക്കിടച്ചട, ദുർഘട സ്ഥാനത്ത് വന്ന് ശയിപ്പാൻ നിനക്കട തോന്നുവാൻ എന്തടാ സംഗതി, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ തുടങ്ങുന്നതായ കല്യാണ സൗഗന്ധ്യം തുള്ളൽ പാട്ടുകളിലൂടെ കടന്നു പോകാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. അങ്ങനെ ഭീമസേനനും സാക്ഷാൽ ആഞ്ജനേയ മഹാപ്രഭു തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിലുപരിയായി ചെട്ടുകുളങ്ങര കരയ്ക്ക് ഇവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? നോക്കൂ, ഇത് സാക്ഷാൽ പാർശ്വതിയാണ്, പാഞ്ചാലിയാണ്. അറിയാം, ഇന്നൊരു പക്ഷേ ഭാരതം കണ്ടിട്ടുള്ള സ്ത്രീത്വത്തിൽ ഏറ്റവും മുന്തിയ നിലയിലുള്ള ഒരു സ്ത്രീയാണ് സാക്ഷാൽ പാഞ്ചാലി എന്ന പേരോടുകൂടിയ ദ്രുപദ മഹാരാജാവിന്റെ മകൾ ദ്രൗപദി. അവരുടെ ശരിയായ പേര് കൃഷ്ണ എന്നാണ്. പാണ്ഡവരുടെ പത്നിയായതുകൊണ്ട് പാഞ്ചാലിയായി, ദ്രുപദന്റെ മകളായതുകൊണ്ട് ദ്രൗപദിയായി. അവരും ഈ ചെട്ടുകുളങ്ങരയുമായിട്ട് എന്താണ് ബന്ധം? നമുക്കൊന്ന് ചിന്തിച്ചാലോ പ്രിയമുള്ളവരെ? നമ്മുടെ കേരളത്തെ കുറിച്ച് പൊതുവെ പറഞ്ഞു പറയാറുള്ളത് ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്നാണ്. എന്നാൽ ഈ നാടിന്, അതായത് നമ്മുടെ ഈ ഓണാട്ടുകര പ്രദേശത്തിന് അഥവാ കേരള പ്രദേശത്തിന്, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട ചെട്ടുകുളങ്ങര അമ്പലമൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് മഹാഭാരതവുമായിട്ട് നല്ല ബന്ധമുണ്ട്. മഹാഭാരത കഥയുമായിട്ട് നല്ല ബന്ധമുണ്ട്. മഹാഭാരതം എന്ന ഇതിഹാസവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ഇതിഹാസ ബന്ധത്തിന്റെ പരിണത ഫലമായിട്ടാവണം ചെട്ടുകുളങ്ങര എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഗ്രാമീണ
ക്ഷേത്രത്തിലെ തേരും കുതിരയുമാകുന്ന കെട്ടുകാഴ്ചയ്ക്കൊപ്പം ഇവർ കൂടി കടന്നു വന്നത് എന്ന് കരുതുന്നതല്ലേ കുറച്ചുകൂടി ഉത്തമോത്തമമായിട്ടുള്ള സ്ഥലം? നോക്കുക, എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യവും പ്രാമാണ്യവും. ഇപ്പോൾ ദേവീ ദർശനം കാത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആഞ്ജനേയ മഹാപ്രഭുവാണ്. അദ്ദേഹം അങ്ങനെ സർവ്വ ആഭരണ വിഭൂഷിതനായിക്കൊണ്ട് പാഞ്ചാലി സമേതനായിട്ടാണ്. പാഞ്ചാലി യാദൃച്ഛികമായിട്ട് ഈ ആഞ്ജനേയ മഹാപ്രഭുവോടൊപ്പം വന്നതാണ്. ഒരു കെട്ടുകാഴ്ച എന്ന നിലവാരത്തിൽ അവര് ശരിക്കും പറയുകയാണെങ്കിൽ അനുജന്റെ ഭാര്യ സ്നുഷ മരുമകളുടെ സ്ഥാനമാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാചീനപരമായ ഐതിഹ്യപരമായ മഹാഭാരത ബന്ധം ഒന്ന് ആലോചിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട് ഗാണ്ഡവ വനം എന്നൊരു വനത്തെ കുറിച്ചുള്ളൊരു കഥ. പണ്ട് ഗാണ്ഡവ വനം എന്നൊരു വനമുണ്ടായിരുന്നു. അവിടെ ശാർഗക പക്ഷികളടക്കം അനേകം പക്ഷി മൃഗ ജീവ ജാതികൾ കഴിഞ്ഞിരുന്നു. ഋഷീശ്വരന്മാർ തപസ് അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ സാക്ഷാൽ അഗ്നിക്ക് ഒരു വയറുവേദന ഉണ്ടായി എന്നാണ് മഹാഭാരതം പറയുന്നത്. ആ വയറ്റുവേദനയ്ക്ക് എന്താണ് ചികിത്സ എന്നറിഞ്ഞപ്പോൾ ദേവവൈദ്യനായിരിക്കുന്ന ബൃഹസ്പതി നിർദ്ദേശിച്ചത് ഗാണ്ഡവനം ഭക്ഷിക്കണം എന്നാണ്. എന്താണ് ഈ ഗാണ്ഡവനം അഗ്നി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരികമായ ഭാഷയാണ്. ഗാണ്ഡവനം ഭക്ഷിക്കുക എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം ഗാണ്ഡവനത്തെ തിന്നുക എന്നാണ്. അഗ്നി ഒരു വസ്തു തിന്നുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഇപ്പോ ഒരു മകൻ അമ്മയോട് പറയുകയാണ്, അല്ലയോ അമ്മേ, അമ്മയുടെ സാരി അഗ്നി തിന്നു എന്ന് പറഞ്ഞാൽ സാരി കത്തിപ്പോയതാണല്ലോ. അതുപോലെ അഗ്നിദേവൻ ഈ ഗാണ്ഡവനം ഭക്ഷിക്കാനായിട്ട് വരുമ്പോൾ അതിലധിവസിക്കുന്ന ജീവജാലങ്ങളും പക്ഷിമൃഗാദികളുമെല്ലാം പ്രാർത്ഥിക്കും ഇന്ദ്രന്. ഇന്നൻ മഴ പെയ്യും, അഗ്നിദേവന്റെ ഗാണ്ഡവനം ഭക്ഷിക്കാനുള്ള ശ്രമം മുടങ്ങും. ഇങ്ങനെ പലതവണയായി അഗ്നിദേവൻ അഗ്നിമാന്ദ്യം വരുത്തും, വയറുവേദന കൂടിയും. എന്താ മാർഗം? ഇതിനൊരു പരിഹാരം എങ്ങനെയാണ്? തന്നെ സഹായിക്കാൻ ആരുണ്ട്? അങ്ങനെ ഇരിക്കെ അഗ്നിദേവൻ ദേവേന്ദ്രന്റെ പുത്രനായ അർജുനനെ സമീപിച്ചിട്ട്, ഒരു ബ്രാഹ്മണ വേഷധാരിയായിട്ടാണ് ചെന്നത്, സമീപിച്ചിട്ട് എനിക്കൊരു സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ബ്രാഹ്മണൻ എന്ത് ചോദിച്ചാലും അർജുനൻ ചെയ്തു കൊടുക്കും എന്ന് അന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് എന്നോ ആരാണെന്നോ അറിയാതെ അർജുനൻ ഏറ്റു. അർജുനൻ കാര്യം ഗ്രഹിച്ചപ്പോൾ ഞെട്ടിപ്പോയി. വന്നിരിക്കുന്ന ബ്രാഹ്മണ വേഷധാരി സാക്ഷാൽ അഗ്നി ഭഗവാനാണ്. അഗ്നിക്ക് ഗാണ്ഡവനം ഭക്ഷിക്കണം. അങ്ങനെ ഭക്ഷിക്കുമ്പോൾ തടയുന്നത് അർജുനന്റെ അച്ഛനായ ഇന്ദ്രനാണ് താനും. എന്ത് ചെയ്യും? ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അർജുനൻ പിന്മാറാൻ ശ്രമിച്ചു. തന്റെ കയ്യിൽ തക്ക ആയുധമൊന്നുമില്ല. പകരമായിട്ട് സാക്ഷാൽ അഗ്നിദേവൻ അതിശക്തമായൊരു വില്ല്, ഗാണ്ഡീവം എന്ന് പറയും, അമ്പൊഴിയാത്ത ആവനാഴിയും കൊടുത്തു. അങ്ങനെ ആ വില്ലും അമ്പും ഉപയോഗിച്ച് അദ്ദേഹം ഗാണ്ഡവനത്തിന്റെ മുകളിൽ ഒരു പന്തലിട്ടു എന്നും അഗ്നിക്ക് അത് ഭക്ഷിക്കാൻ കഴിഞ്ഞുവെന്നും ഇന്ദ്രൻ മഴ പെയ്ച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ മഴ അഗ്നിയെ കെടുത്തിയില്ല എന്നുമാണല്ലോ ഗാണ്ഡവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശസ്തമായ മഹാഭാരത കഥ. അതിന് ഓരോരോ കഥാപാത്രങ്ങളെ അടക്കമെടുത്ത് സഹൃദകുമാരിയും സാക്ഷാൽ ONV കുറുപ്പുമൊക്കെ കവിത രചിച്ചിട്ടുണ്ട്. ശാർഗക പക്ഷികൾ എന്ന് പറയുന്ന ONVയുടെ പ്രശസ്തമായ ആ കവിത ഈ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ ഗാണ്ഡവനത്തിന്റെ കഥ പറഞ്ഞത് ഇത് ചെട്ടുകുളങ്ങരയിലെ ഭീമനും പാഞ്ചാലിയും അഥവാ ഹനുമാനുമായിട്ട് എന്താണ് ബന്ധമെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഈ ഗാണ്ഡവ വനം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് സാക്ഷാൽ ഈ കണ്ണമംഗലവുമായി ബന്ധപ്പെട്ടുള്ള പത്തിയൂർ പ്രദേശമാണ്. പത്തിയൂരിന്റെ പേര് വരാനുള്ള കാരണം അത് കത്തിയ ഊരായിരുന്നു ഒരിക്കൽ, അത് പിന്നീട് പത്തിയൂരായി മാറിയതാണ്. അറിയണമെങ്കിൽ ഈ കരിപ്പുഴ പത്തിയൂർ ഭാഗത്തൊക്കെ പണ്ട് ഇഷ്ടിക നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പുഞ്ചപ്പാടങ്ങൾ നന്നായിട്ട് തുറന്നു ചെല്ലുമ്പോൾ ഭൂമിക്കടിയിൽ അതിഭീമാകാരങ്ങളായ മരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഓരോ വലിയ മരമാകുമ്പോൾ വസ്തുവിന്റെ ഉടമസ്ഥരുടെ ഒരു ഭാഗം വരുമ്പോൾ ബാക്കി വേറൊരാളുടെ ഭാഗത്തായിരിക്കും. അത് കോടാലിക്കൊക്കെ മുറിച്ച് റോഡ് സൈഡിൽ കൊണ്ട് വിൽക്കാനിട്ടുമായിരുന്നു. അതുതരം കറുത്ത വിറക് കഷ്ണങ്ങൾ അത് കൊല്ലപ്പണിക്കാര് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഈ വിറക് ഏതാന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയുമായിരുന്നതെല്ലാം കാണ്ടാമരമാണെന്ന്. ഈ കാണ്ടാമരമാണ് ശരിക്കും ഗാണ്ഡമരം. ഗാണ്ഡമരം എന്ന് പറയുന്നത് ഗാണ്ഡവനം തിങ്ങി നിന്നിരുന്ന ആ സ്ഥലം ആയിരുന്നു എന്നർത്ഥം. അത് അഗ്നിദേവൻ ദഹിപ്പിച്ചപ്പോൾ അത് കത്തിയ ഊരായി തീർന്നു. അതാണ് ഇന്നത്തെ പറഞ്ഞു പത്തിയൂരാക്കി മാറ്റിയത്. ഓർക്കുക, അർജുനന് വേണ്ടിയിട്ട് അഗ്നിക്ക് വേണ്ടിയിട്ട് അഗ്നി ഭക്ഷിക്കാൻ ഒരമ്പ് ചെയ്തത് അർജുനനാണ്. ആഗ്നേയാസ്ത്രം അത് എയ്ത സ്ഥലമാണ്. എയ്ത ഊര് എന്ന ഉള്ള അർത്ഥം വരുന്ന
ഏവൂർ എന്ന് പറയുന്ന സ്ഥലം. ഇന്ന് നിങ്ങൾ ഏവൂർ അമ്പലത്തിന്റെ അഗ്നികോളിൽ നിന്നുകൊണ്ട് ക്ഷേത്രത്തെ നോക്കിയാൽ ഗുരുവായൂർ അമ്പലത്തിന് വെല്ലുന്ന ഗാംഭീര്യം അതിലുണ്ട് എന്നറിയാം. ഇത് നമുക്കറിയാം, വലിയ വലിയ വിറകുകളൊക്കെ തീ പിടിക്കണമെങ്കിൽ ആദ്യം കൊച്ചു കൊച്ചു വിറകുകൾ തീ പിടിപ്പിക്കും. ഇപ്പൊ എല്ലാ വീട്ടിലും ഗ്യാസ് ആയതുകൊണ്ട് വിറക് കത്തിക്കുന്ന അവസ്ഥയില്ല. എങ്കിലും പണ്ടുള്ള അമ്മമാർക്കറിയാം, അവർ ചെറിയ ചൂട്ടോ കോഞ്ഞാട്ട ചൂട്ടോ അതുപോലെയുള്ള ചെറിയ കൊതുമ്പ് കഷ്ണങ്ങളോ ഒക്കെ വെച്ച് തീ ഒന്ന് കത്തി വരുന്ന ക്രമത്തിലായിരുന്നു വിറക് കഷ്ണങ്ങൾ വയ്ക്കുന്നത്. അതുപോലെ അർജുനൻ അമ്പ് നിന്ന് എയ്ത ഊര്, ഇന്നത്തെ ഏവൂർ എന്ന സ്ഥലത്ത് നിന്നും ആ ആഗ്നേയം അസ്ത്രം വന്ന് പതിച്ചത് ചെറിയ ചെറിയ പുല്ലുകൾ നിൽക്കുന്ന എരിവ അഥവാ എരുവ എന്ന സ്ഥലമാണ്. എരിവ എന്ന് പറഞ്ഞാൽ ഒരുതരം പുല്ലുകൾ എന്നാണ് അർത്ഥം. ആ പുല്ലുകൾക്ക് ആദ്യം തീ പിടിക്കുകയും അത് വടക്ക് ഭാഗത്തേക്ക് വന്ന് പത്തിയൂരായപ്പോഴേക്കും മഹാവൃക്ഷങ്ങൾ കത്തി തുടങ്ങുകയും ചെയ്തതാണ് വടക്കോട്ട് വ്യാപിച്ച് പോയ മഹാവനം നിരുന്ന കാണ്ഡവനം. അങ്ങനെ അഗ്നിയാൽ ചുട്ട ആ നാടാണ് ചുട്ടനാട് പിന്നീട് കുട്ടനാടായി മാറിയത്. മഴ പെയ്ത് വന്നതായിട്ടുള്ള ആ സാഹചര്യം കൊണ്ട് തീയെല്ലാം കെട്ട് ആ കരിപുരണ്ട പിറകിന്മേൽ പതിച്ച വെള്ളമെല്ലാം ഒഴുകി പോയതാണ് കരിപ്പുഴ തോട് എന്ന് പറയുന്നത്. അവിടെ തപസ് ചെയ്തിരുന്ന ഋഷീശ്വരന്മാരൊക്കെ സമാധി പ്രാപിക്കുകയോ ഈശ്വരങ്ങളിലേക്ക് ചെല്ലുകയോ ചെയ്തു. ഭൂമിക്ക് തീ പിടിച്ചു വന്നപ്പോൾ ഭൂമിക്കടിയിൽ അധിവസിച്ചിരുന്ന പാമ്പിൻ വർഗം മണ്ണാറിയ സ്ഥലം അന്വേഷിച്ച് പോയതാണ് മണ്ണാറശാല. ഇവിടെ നമ്മൾ കണ്ടില്ലേ, പോത്തുമായി പോകുന്ന ഭീമസേനൻ ചോറ് കൊടുക്കാൻ പോയ കഥ നോക്കുക. ഹരിപ്പാട് എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം ഹരിയുടെ പാദം പതിഞ്ഞ സ്ഥലമെന്നാണ്. ഹരിയുടെ തൃപ്പാദം പതിഞ്ഞ സ്ഥലം ഹരിപാദമാണ്. കണ്ണമാശി തപസ് ചെയ്ത സ്ഥലമാണ്. അതിനടുത്ത് നാരായണപുരമുണ്ട്. അപ്പോൾ അവിടെ തപസ് അനുഷ്ഠിച്ചിരുന്ന ഋഷീശ്വരന്മാർക്ക് ദർശനം കൊടുക്കുവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പാദം പതിഞ്ഞ ഹരിപദ പ്രദേശമാണ് എന്നത് ഹരിപ്പാടായി മാറിയത്. ഊട്ടുപറമ്പ് എന്ന സ്ഥലം ഹരിപ്പാടിന് വടക്ക് മാറിയിട്ടുണ്ട്. അവിടെ ആയിരുന്നിരിക്കണം ഈ ബഗൻ കഴിഞ്ഞിരുന്നത്. ആ ബഗന് ചോറ് കൊണ്ടുപോയിരിക്കുന്നതായിട്ടുള്ള ഭീമസേനൻ അതുമായി ബന്ധപ്പെടുന്നു. നിങ്ങൾ മുതുകുളത്തിനടുത്ത മാറിയൊരു മഹാക്ഷേത്രം കേട്ടിട്ടുണ്ടാവും. പാണ്ഡവർ കാവെന്നാണ് പറയുക. പാഞ്ചാലി വനവാസ കാലഘട്ടത്തിൽ കൗരവരറിയാതെ ഒളിച്ചു താമസിച്ച സ്ഥലമാണ് ആ പാണ്ഡവർ കാവ്. നോക്കുക, അവിടുത്തെ ക്ഷേത്രം ദേവീ ക്ഷേത്രമാണ്. അന്ന് അവിടെ ആകെ ഉണ്ടായിരുന്ന നിവേദ്യം ആ കാട്ടിലൊക്കെ വളർന്ന പഴങ്ങളായിരുന്നു കദളിപ്പഴം. ദേവിക്ക് കദളിപ്പഴം കൊണ്ട് പൂജ ചെയ്യുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം ഇന്നും ആ പാണ്ഡവർ കാവാണ്. തീർന്നില്ല. കേരളത്തിലെ മഹത്തായ 5 മഹാക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം. തൃപ്പുലിയൂര്, തൃച്ചിറ്റാറ്റ്, തൃക്കൊടിത്താനം, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ. ഇതത്രയും പാണ്ഡവരാൽ സ്ഥാപിതമായ 5 പാണ്ഡവരാൽ സ്ഥാപിതമായ മഹാക്ഷേത്രങ്ങളാണ്. ചെങ്ങന്നൂരിൽ ഒരു മഹത്തായ പാണ്ഡവൻ പാറയുമുണ്ട്. നോക്കൂ, ഈ കഥകളിൽ നിന്ന് ഊഹിക്കുമ്പോൾ ഒരു കാലത്ത് ഈ പാണ്ഡവർകാവ് മുതുവള്ളം അടക്കമുള്ള പ്രദേശത്ത് പാണ്ഡവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും ആ സാന്നിധ്യത്തെ ഓർത്തോർത്ത് കഴിഞ്ഞു വന്ന ജനത അവരുടെ ധീരനായകനായി ഹനുമാനെയും ഒപ്പം ഭീമസേനനെയും ആരാധിച്ചിരുന്നു എന്നും ആ ഹനുമാന്റെ കഥ പറയുമ്പോൾ അഥവാ ഭീമസേന്റെ കഥ പറയുമ്പോൾ പാഞ്ചാലിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതിനും ഇതിൽ കൂടുതൽ തെളിവുകൾ നിങ്ങൾക്ക് വേണമോ? പ്രിയമുള്ളവരെ, ഒരു ഓണാട്ടുകരയുടെ എല്ലാ അന്തസ്സും ഉൾക്കൊള്ളുന്ന നമ്മുടെ കാർത്തികപ്പള്ളി താലൂക്കിലെ മനോഹരമായ പ്രദേശത്തെ ചെട്ടുകുളങ്ങര അമ്പലത്തിലെ ഇന്ന് കാണുന്ന പോലെ 13 കരകൾ പണ്ടുണ്ടായിരുന്നിരിക്കണമെന്നില്ല. അത് കൂടി വരുമ്പോൾ അതനുസരിച്ച് തേരും കുതിരയും ഒക്കെ വന്നെങ്കിലും ഭീമനും ഹനുമാനെയും പോലെ മറ്റൊരു കെട്ടുകാഴ്ചകളും ഒരു കരക്കാരും വീണ്ടും സൃഷ്ടിച്ചിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ഈ പ്രദേശം ഭഗവാൻ ശ്രീനാരായണന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമാക്കപ്പെട്ടിട്ടുള്ളതും പാണ്ഡവന്മാരാൽ അധിവസിച്ച് പോന്നിട്ടുള്ളതുമായ ഒരു സ്ഥലമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ഇതര പ്രദേശങ്ങളെക്കാൾ പരിപാവനത ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനിയും ദേവി വധിച്ചു എന്ന് പറയുന്ന ദാരികർ എന്നൊക്കെ പറയുന്നത് കണ്ണൂരുമായി ബന്ധപ്പെട്ടതാണ്. മാടായിക്കോണം എന്ന സ്ഥലവുമായിട്ട് ദാരിക വധത്തിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് കേരളീയരായ നമുക്ക് ദേവി ഭക്തരാകാനും ദേവീ ക്ഷേത്രങ്ങളോട് ഇത്രയധികം ആരാധന തോന്നാനും. ഇവിടെ കേരളത്തിലെ എത്രയൊക്കെ ദേവീക്ഷേത്രങ്ങൾ പ്രശസ്തങ്ങളാണ്. ആറ്റുകാലുണ്ട്, ചക്കുളത്തുകാവുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്, മലയാളപ്പുഴയുണ്ട്, ചോറ്റാനിക്കരയുണ്ട്, ചെട്ടുകുളങ്ങരയുണ്ട്. ശിവനെയും പ്രശസ്തങ്ങളായിട്ടുള്ള മഹാദേവി ക്ഷേത്രങ്ങളാൽ ധന്യധന്യമാക്കപ്പെട്ടതിന്റെ പിന്നിൽ ഈ ദേവി ഉപാസകരായിട്ടുള്ള ഇതിഹാസ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്നും കെട്ട സമയമാണ്. ഇതൊന്നും വിശ്വസിക്കാൻ പെട്ട സമയമല്ല. ഏതാണ്ട് രാത്രി 1 മണിയോടുകൂടി ആയിരിക്കുന്നു. ഇത് ക്ഷമാപൂർവ്വം കേൾക്കാനും ആസ്വദിക്കാനും ഒന്നും ആരുടെയും ശാരീരിക മാനസിക അവസ്ഥ അനുവദിക്കപ്പെടുന്നതല്ല എന്നുള്ള തികഞ്ഞ ബോധത്തോടുകൂടി നിങ്ങൾ ആ സ്കെയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ മഹത്തായ കാഴ്ച ഇത് ഏതാണ്ട് 11ാമത്തെ കരയുടെ, ഇത് 10ാമത്തെ കരയുടെ അല്ലാതെ ഇത് ഹനുമാൻ സ്വാമിയാണ് കാണുന്നത്. അത് ഹനുമാൻ അരിയാണ്.
അതെ, 11ാമത് കരയുടെ പ്രായാധിക്യം കൊണ്ട് കാഴ്ചയ്ക്ക് ഒരു കുറവുണ്ട്. രാത്രിയുമാണ്. അതുകൊണ്ട് യുവാവായിരിക്കുന്ന ശ്രീ ഹരിദാസിനോട് ഞാൻ ചോദിച്ച്, അതേ നല്ല ദീർഘവീക്ഷണമാണ്, ദൂരത്തേക്ക് എന്തും കാണാൻ ഭയങ്കര കഴിവാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത്. വൃദ്ധരായ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രേക്ഷകരോട് ഒന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതാ ആഞ്ജനേയ മഹാപ്രഭു നോക്കുക. ഹനുമത് ഉപാസന കൊണ്ട് ധന്യതരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. എത്ര